അപ്പം കറണ്ട് ഇലക്ട്രിസിറ്റി എന്നതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കറണ്ട് ആണ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ കണ്ടക്ടർ, അതായത് നമുക്കറിയാം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കറണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഡാം വഴിയാണ് ആണല്ലോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട് വഴിയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നത് മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വരുന്നത് അലൂമിനിയം വയർ ത്രൂ ആണ് വരുന്നത്. അപ്പൊ അത്രയും ലെങ്തിൽ നമ്മൾ എടുക്കുന്നത്, നമ്മളൊരു വളരെ ചെറിയ ലെങ്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഒഴുകുന്ന ചാർജ് മൂലം ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കറണ്ട് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പം വളരെ നമ്മൾ ഇതുവരെ പഠിച്ചത് I ഈക്വൽ ടു ചാർജ് പെർ ടൈം എന്നാണ് പഠിച്ചത്. അവിടെ നിന്നിട്ട് നമുക്ക് ചാർജിനെ വേണമെങ്കിൽ NE/T എന്ന് എടുക്കാം. കാരണം N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ, E എന്ന് പറയുമ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ, Q എന്ന് പറയുമ്പോൾ N×E ആയിരിക്കും, T എന്ന് എടുക്കാം. എന്നാൽ ഇനി മുതൽ നമ്മൾ നമ്മൾ ഈ 12th ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ കറണ്ടിനെ നമ്മൾ dQ/dt എന്നാണ് എടുക്കുന്നത്. കാരണം വളരെ ചെറിയ ഒരു കണ്ടക്ടറിനകത്തൂടെ ഒഴുകുന്ന ചാർജ് വളരെ ചെറുതായിരിക്കുമല്ലോ, DQ ആയിരിക്കും. വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ചാർജ് മാത്രമേ ഒരു ചെറിയ കണ്ടക്ടറിനകത്തൂടെ ഒഴുകത്തുള്ളൂ. എത്ര ടൈം എടുക്കുന്നത്, അത് ഒഴുകാൻ എടുക്കുന്ന ടൈം DT തന്നെയാണ്. അപ്പോൾ dQ/dt എന്നായിരിക്കും നമ്മൾ അതിനെ എടുക്കുന്നുണ്ടാകുക. ഇനി I എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഓക്കെ, കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. എന്നാൽ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് നമുക്കറിയാം, I ഈക്വൽ ടു Q/T വെച്ചിട്ട് Qന്റെ യൂണിറ്റ് കൂളമ്പും അതേപോലെ തന്നെ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡും ആണെങ്കിൽ കൂളം പെർ സെക്കൻഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആംപിയർ എന്ന് വിളിക്കുന്നു. കൂളം പെർ സെക്കൻഡിനെ നമ്മൾ ആംപിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം കറണ്ടിന് എന്തായാലും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്, എന്നിട്ടും കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആകാൻ കാരണം കറണ്ട് ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഒബേ എന്താണ്? ഒബേ ലോ ഓഫ് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ലാത്തതിന്റെ ഏക കാരണം കൊണ്ടാണ് അത് ഒരു വെക്ടർ, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരുന്നിട്ട് പോലും അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആവാതെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയത്. ഓക്കെ ആണല്ലോ. ഇനി എപ്പോഴും കറണ്ട് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു. ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്, അതും കൂടെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, പിന്നെ കറണ്ടിനെ അളക്കുന്ന ഡിവൈസിന്റെ പേര് എന്ന് പറയുന്നത് അമ്മീറ്റർ ആണ്. കറണ്ടിനെ അളക്കുന്ന ഡിവൈസിന്റെ പേര് അമ്മീറ്റർ ആണ്. അതിന്റെ പ്രസൻസ് അളക്കുന്ന ഡിവൈസിന്റെ പേര് ഗാൽവനോമീറ്റർ ആണ്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം കറണ്ടിന്റെ ബേസിക്സ് പറയാനായിട്ട് അതേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് എന്താന്ന് പറഞ്ഞു. കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഫ്ലോ ചെയ്യുന്ന ടൈമിനനുസരിച്ച് ഫ്ലോ ചെയ്യുന്ന ചാർജിനെയാണ് കറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ I ഈക്വൽ Q/T എന്ന് പറയുകയാണ്. Qനെ നമുക്ക് NE/T എന്ന് എഴുതാം. Qന്റെ യൂണിറ്റ് കൂളമ്പ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് കൂളം പെർ സെക്കൻഡ് ആംപിയർ എന്ന് വിളിച്ചു. Iനെ നമുക്ക് Q/T എന്ന് എഴുതാതെ വളരെ ചെറിയ ഒരു കണ്ടക്ടറിനകത്തൂടാണ് ഒഴുകുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഫുൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കണ്ടക്ടറിനകത്തൂടെ ഒഴുകുന്ന ചാർജിന്റെ എമൗണ്ടും ചെറുതായിരിക്കും, അതിനെ DQ എന്ന് വിളിച്ചു. അതിലൂടെ ഒഴുകുന്ന ടൈമും വളരെ ചെറുതായിരിക്കും, അതിനെ DT എന്ന് വിളിച്ചു. അങ്ങനെയാണ് I ഈക്വൽ ടു dQ/dt എന്ന് എഴുതാം. കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവ് നെഗറ്റീവിനോട്ടാണ്. അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്നിട്ട് പോലും അതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല എന്നുള്ള ഏക കാരണത്താൽ. പിന്നെ കറണ്ടിനെ അളക്കുന്ന ഡിവൈസിന്റെ പേര് അമ്മീറ്റർ. അതിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഗാൽവനോമീറ്റർ മതി. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് ഓർത്ത് വെക്കാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? കറണ്ട് ഡെൻസിറ്റി ഓർത്ത് വെക്കണം എന്ന് പറയാൻ കാരണം അത് വെച്ചിട്ട് ന്യൂമറിക്കൽ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതായത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J എന്ന് പറയും. J ഈക്വൽ ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. അവിടെ ഏരിയ വന്നുകൊണ്ട് തന്നെ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം ആലോചിക്കുക.
ഇവിടെ J = I/A എന്ന് പറയുന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനിയും അടുത്ത നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്കറിയാം. ഇപ്പൊ ഞാൻ ഒരു പീസ് സോഡിയം മെറ്റൽ മുറിച്ചെടുക്കുക. സോഡിയം മെറ്റൽ മുറിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല, എയർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് തീ പിടിക്കും. അത് എയർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താലും വെള്ളത്തിൽ കൊണ്ടിട്ടാലും തീ പിടിക്കും. ഞാൻ അങ്ങ് അസ്യൂം ചെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്ന സോഡിയാണ്, കാരണം പെട്ടെന്ന് പഠിക്കാൻ സോഡിയമാണ് എളുപ്പം. അപ്പൊ സോഡിയം മെറ്റൽ പീസ് എടുത്തു കഴിഞ്ഞാൽ സോഡിയം മെറ്റലിനകത്ത് സോഡിയം ആറ്റംസ് കാണുമല്ലോ. അപ്പൊ Na 1 2 3 ഷെല്ല്, അടുത്ത Na 1 2 3 ഷെല്ല്, അടുത്ത Na 1 2 3 ഷെല്ല്, അടുത്തത് Na 1 2 3 ഷെല്ല്. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എടുക്കാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, 2 8 1 ആണല്ലോ. അപ്പൊ ഇവിടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലുണ്ട്, ഷെല്ലിലെ ഇലക്ട്രോൺസിനെ എടുക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ ഇവര് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇവര് ഇതുണ്ട് ഈ സ്പേസിലായിരിക്കും വരുന്നത്. കാരണം ഇതുണ്ട് ഈ ബാക്കിയുള്ള സ്പേസുകളെല്ലാം ഇന്റർ ആറ്റോമിക് സ്പേസ് എന്നാണ് പറയുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു പച്ച കളർ കൊണ്ട് കാണിക്കാം. ഈ ഭാഗങ്ങളെല്ലാം, അതായത് ആറ്റം ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം ഇന്റർ ആറ്റോമിക് സ്പേസ് ആണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഹീറ്റ് കൂടിയാലൊക്കെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് എവിടെയായിരിക്കും വരുന്നതെന്ന് അറിയാമോ? ഇവര് വരുന്നത് ഈ ഇന്റർ ഇലക്ട്രോണിക് സ്പേസിലായിരിക്കും. ഇവിടെ ഈ ഷെല്ലിൽ നിന്ന് പുറത്ത് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാര് റാൻഡം മോഷനിലായിരിക്കും. അപ്പൊ ഞാൻ ഇനിയും വരയ്ക്കുമ്പോൾ ഈ ന്യൂക്ലിയസിനെ ഒന്നും വെച്ച് വരയ്ക്കുന്നില്ല, സോറി, ഇതിന്റെ എന്താണ് ആറ്റം ഒന്നും വെച്ച് വരയ്ക്കുന്നില്ല, സിംപ്ലി ഇലക്ട്രോൺസ് മാത്രമായിട്ട് വരയ്ക്കുകയാണ്. ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ഈ സോഡിയം എല്ലാം സോഡിയം അയോൺ ആവും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ഞാൻ എന്താണ് ഇപ്പൊ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുന്നു, ഈ ബോക്സിനകത്ത് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഫ്രീ ഇലക്ട്രോൺസ്. അതായത് ഇവിടെ എല്ലാം ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ന്യൂക്ലിയസ്, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ എല്ലാം ന്യൂക്ലിയസ് ഇരിക്കുക. എന്നാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്ത് ചാടി ഇലക്ട്രോൺസ് ആണ് ഇരിക്കുന്നത്. ഇവരെല്ലാം റാൻഡം മോഷൻ. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇവൻ ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഇവര് അവിടെ തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് റാൻഡം മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റാൻഡം മോഷൻ നടത്തുന്ന സമയത്ത് അവർക്ക് ഒരു വെലോസിറ്റി ആണ്. ഒന്നാമത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി U1, രണ്ടാമത്തെ U2, മൂന്നാമത്തെ U3. ഒത്തിരി ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അവസാനത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റിനെ UN എന്ന് വിളിച്ചു. ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ U ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും U1 + U2 + U3 + etc. up to UN / N ആയിരിക്കും. ആ ആവറേജ് എപ്പോഴും 0 ആയിരിക്കും. കാരണം അറിയോ, ഈ തമ്മിൽ എന്താണ് അവിടെ തന്നെ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇടിച്ച് അവരുടെ നെറ്റ് വെലോസിറ്റി 0 ആയി പോത്തേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഈ കണ്ടക്ടറിനെ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവിലും കൊണ്ട് കണക്ട് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ സൈഡ് എല്ലാം, അതായത് കണ്ടക്ടറിന്റെ ഈ സൈഡ് എല്ലാം പോസിറ്റീവ് പൊളാരിറ്റി ആയിട്ടും ഈ സൈഡ് എല്ലാം നെഗറ്റീവ് പൊളാരിറ്റി ആയിട്ട് മാറും. നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഇവിടെ റാൻഡം മോഷനിൽ ഇരിക്കുകയാണ്. അപ്പം ഓൾറെഡി ഈ ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജിനോട്ട് വളരെ അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം ഒരേ ദിശയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ U1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുടെ വെലോസിറ്റി ഇപ്പോൾ മാറി V1 ആയി, മറ്റേത് V2 ആയി, മറ്റേത് V3 ആയി, അങ്ങനെ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെത് Vn ആയി. അവരുടെ ആവറേജ് എടുക്കുമ്പോൾ V1 + V2 + V3 + etc. up to Vn / N ഒരിക്കലും 0ക്ക് ഈക്വൽ ആകത്തില്ല. ഈ ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് റാൻഡം മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നു. അതിന്റെ ഭാഗമായിട്ട് അത് പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള സൈഡിലേക്ക് എല്ലാവരും കൂടെ ഒരേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യത്തില്ല, ഇവരുടെ നെറ്റ് വെലോസിറ്റി ഒരിക്കലും 0 ആയി പോകത്തില്ല. അതായത് അവിടെ ഒരു നെറ്റ് വെലോസിറ്റി കാണും, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി കാണും. ആ ആവറേജ് വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. ഓക്കെ ആണല്ലോ. ഇവിടെ പഠിക്കാനുള്ളത് എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് പഠിക്കാനുണ്ട്. എക്സ്പ്രഷൻ ഫോർ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കണ്ടക്ടറും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമുക്കറിയാം അത് റാൻഡം മോഷനിലായിരുന്ന കേസാണ് ആദ്യം എഴുതുന്നത്. അപ്പൊ അവരുടെ U ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U1 + U2 + etc. up to UN / N ആണ്. അതെപ്പോഴും 0 ആയിരിക്കും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വെലോസിറ്റി V ആവറേജ് ആവുന്നു. V ആവറേജിനെയാണ് നമ്മൾ VD ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് എഴുതുന്നത്. അത് V1 + V2 + etc. up to VN / N വരും. അത് ഒരിക്കലും 0ക്ക് ഈക്വൽ ആവത്തില്ല. അപ്പൊ ഇവിടെ എല്ലാ ഇലക്ട്രോണിന്റെ വെലോസിറ്റി U1 ൽ നിന്ന് V1 ആയി. അപ്പൊ അവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടായി, അവിടെ ആക്സിലറേഷൻ ഉണ്ടായി. എല്ലാ ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെയെല്ലാം നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം. V = U + AT. അങ്ങനെയാണെങ്കിൽ V1 = U1 + AT1 എന്ന് വരുന്നു. V2 = U2 + AT2 എന്ന് വരുന്നു.
അങ്ങനെയാണെങ്കിൽ വി എൻ ഈസ് ഈക്വൽ ടു യു എൻ പ്ലസ് എ ടി എൻ എന്ന് വരും ആണല്ലോ. ഇതെല്ലാം കൊണ്ട് വി ഡിയുടെ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ഡി ഈസ് ഈക്വൽ ടു വി വണ്ണ് പകരം നമുക്ക് യു വൺ പ്ലസ് എ ടി വൺ എന്ന് എഴുതാം, പ്ലസ് യു ടുവിന് പകരം വി ടുവിന് പകരം യു ടു പ്ലസ് എ ടി ടു എന്ന് എഴുതാം, പ്ലസ് എക്സെട്ര അപ് ടു യു എൻ പ്ലസ് എ ടി എൻ എന്ന് എഴുതാം ഹോൾ ഡിവൈഡഡ് ബൈ എൻ. അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വൺ പ്ലസ് യു ടു പ്ലസ് എക്സെട്ര അപ് ടു യു എൻ ഡിവൈഡ് ബൈ എൻ പ്ലസ് ഇവിടെ എ ടി വൺ അതിൽ എ കോമൺ എടുക്കുവാണെങ്കിൽ ബാക്കി എന്താ ടി വൺ പ്ലസ് ടി ടു പ്ലസ് എക്സെട്ര അപ് ടു ടി എൻ ഡിവൈഡ് ബൈ എൻ എന്ന് വരും. ഓക്കെ, നമുക്കറിയാം യു വൺ പ്ലസ് യു ടു ഇതിന്റെ ആൻസർ മൊത്തത്തിൽ 0 ആയി പോകും. ബാക്കി നമുക്ക് എന്ത് വരും? ഓക്കെ, അതായത് ബാക്കി വി ഡി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി വൺ പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ അതിനെ നമ്മൾ ടോ നമ്മൾ വിളിക്കും. അപ്പൊ വി ഡി ഈസ് ഈക്വൽ ടു എ ടോ എന്ന് വന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഈ ടോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? റിലാക്സേഷൻ ടൈം എന്ന് പറയും. അതായത് റിലാക്സേഷൻ ടൈം എന്ന് പറയും. എന്താണ് റിലാക്സേഷൻ ടൈം? ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു സോഡിയത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്ത് ചാടിയ ഇലക്ട്രോൺ ആണ് വേണ്ടത്. ഇവിടെ ഒരു സോഡിയം ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പുറത്ത് ചാടിയ ഇലക്ട്രോൺ ആണ് ഇത്. ഇവിടെ ഒരു സോഡിയം ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ഔട്ടർ മോസ്റ്റ് നിന്ന് പുറത്ത് ചാടിയതാണ്. ഇവിടെ ഒരു സോഡിയം ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ഔട്ടർ മോസ്റ്റ് നിന്ന് പുറത്ത് ചാടിയാണിത്. ഇവിടെ ഒരു സോഡിയം ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ഇങ്ങനെ, ഇവിടെ സോഡിയം ന്യൂക്ലിയസ് പുറത്ത് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ മൂവ് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഒന്ന് നോക്കാം. ആദ്യം ഈ ഇലക്ട്രോൺ തന്നെ ഈ ന്യൂക്ലിയസ് വന്ന് ഇടിക്കും. ഇടിച്ചു കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ കറങ്ങി വന്നിട്ട് അടുത്തതേ വന്നിരിക്കും. അതിങ്ങനെ കറങ്ങി വന്നിട്ട് അടുത്തതിനെ വന്നിരിക്കും. അപ്പം ഒരു ഇലക്ട്രോണിന്റെ സക്സസീവ് കൊളീഷന്റെ ഇടയ്ക്ക് എടുക്കുന്ന ടൈം ഇന്റർവെലിനെയാണ് T1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇലക്ട്രോൺ അങ്ങനെ ഇടിക്കുന്ന ടൈം ഇന്റർവെലാണ് അതിന്റെ T2 എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ഇടിക്കുന്നതിന്റെ T3, ഇത് ഇലക്ട്രോൺ T4, ഇത് ഇടിക്കുന്നതിന്റെ T5, അങ്ങനെ n ഇലക്ട്രോൺസ് ഇടിക്കുന്നതിന്റെ ആവറേജിനെയാണ് റിലാക്സേഷൻ ടൈം. അതിനെയാണ് T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് എക്സെട്ര അപ് ടു Tn ഡിവൈഡ് ബൈ n. അതായത് ഒരു ന്യൂക്ലിയസിൽ നിന്ന് അടുത്ത ന്യൂക്ലിയസ്, അതായത് ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂക്ലിയസിൽ നിന്ന് അടുത്ത ന്യൂക്ലിയസിലേക്ക് ചെന്ന് ഇടിക്കാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ അതിന്റെ T1 എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺസിന്റെ എല്ലാ ടൈമിന്റെയും ആവറേജിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം ടോ എന്ന് പറയുന്നത്. അതായത് ഈ എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയി, പക്ഷെ ഇവിടെ ഈ ആക്സിലറേഷനും കൂടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് അവസാനം ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കറിയാം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് U1 നിന്ന് V1 വെലോസിറ്റി ആവുന്നുണ്ട്. അതിനർത്ഥം അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ആക്സിലറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഇനേർഷ്യൽ ഫോഴ്സ് ഉണ്ടാവും. അതിനെ നമുക്ക് F = m × a എന്ന് എഴുതാം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി = ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചു. അവിടുന്ന് F = E × Q എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചോണം. അതായത് ഇവിടെ എല്ലാ ചാർജിന്റെ ചുറ്റിനും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ മറ്റു ചാർജുകളുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും വേണ്ടത്. അപ്പം F = E × Q ഉണ്ട്. Q എന്ന് പറയുമ്പോൾ ഇവിടെ ചാർജ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് എന്നാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇവിടെ ഉണ്ടാകുന്ന ഇനർഷ്യൽ ഫോഴ്സും ഈക്വൽ ആണ്. രണ്ടും എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇനർഷ്യൽ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. തിരിച്ചും നോക്കാം. അപ്പൊ അത് രണ്ട് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MA = നെഗറ്റീവ് EE എന്ന് വരുന്നു. അവിടുന്ന് A = നെഗറ്റീവ് EE ഡിവൈഡ് ബൈ M എന്ന് വരുന്നു. ഈ A നെ കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്താൽ BD = നെഗറ്റീവ് EE ഡിവൈഡ് ബൈ M × എന്താ? ടോ. അതായത് EE ടോ ഡിവൈഡ് ബൈ M. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡിഫ്റ്റ്. ന്യൂമറിക്കലി ചെയ്യുമ്പോൾ ഈ മൈനസ് ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മതി, നമുക്ക് അതിന്റെ ചാർജ് വേണ്ട, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അടുത്ത ഇതിനകത്ത് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ ഈ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ഐയും വി ഡിയും തമ്മിലുള്ള റിലേഷൻ. ഞാൻ പണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു I = നീ എവിടാന്ന് ഓർത്താൽ മതി. നീ എവിടാ എന്നുള്ളതിന്റെ A എവിടെ പോയി എന്നോട് ചോദിക്കല്ലേ. നീ AVD എവിടെ, നീ എവിടെ എന്ന് ഓർത്താൽ മതി. ഇതാണ് അവിടുത്തെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് I ആൻഡ് VD അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ തന്നെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് ഇലക്ട്രോൺസ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവിലും കൊടുത്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ V ആണ്. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ വോളിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് കാണും? ടോട്ടൽ വോളിയത്തിനകത്ത് n × V ഇലക്ട്രോൺസ് കാണും. ശരിയല്ലേ? അതായത് ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത്, അതായത്
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയം, അതായത് എന്താണ് ഒരു യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് 1 സെന്റിമീറ്റർ ക്യൂബ് എടുക്കാം. 1 സെന്റിമീറ്റർ ക്യൂബിനകത്ത് 10 അതായത് 10 ഒരു സെന്റിമീറ്റർ ക്യൂബിനകത്ത് 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 10 സെന്റിമീറ്റർ ക്യൂബിനകത്ത് 10 × 10 സെന്റിമീറ്റർ, അപ്പൊ ടോട്ടൽ വോളിയം ഇൻറ്റു എന്താ, ഒരു യൂണിറ്റ് വോളിയത്തിന്റെ ഇലക്ട്രോൺസ് അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ n ആയിട്ട് എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയത്തിലുള്ള, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ടോട്ടൽ വോളിയത്തിനെ നമ്മൾ എന്തായിട്ട് എടുക്കും, n × v ആയിട്ട് എടുക്കണം. നമ്മൾ ഇപ്പം നമ്പർ ഓഫ് ഇലക്ട്രോണിനെ മാത്രമേ n എന്ന് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇലക്ട്രോണിന്റെ ചാർജിനെ കൂടെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയും E കൊടുക്കണം, ഇവിടെയും E കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇനി അറിയാം n × E, V നെ നമുക്ക് ഏരിയ ഇൻറ്റു എന്തെന്ന് എഴുതാം, ഹൈറ്റ് എന്നാണ് എഴുതുന്നത്. ഇവിടെ NEA എന്താണ്, ഹൈറ്റിന് പകരം L ആണ്. L എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഒഴുകുന്ന കേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതിന്റെ ലെങ്ത് L ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, NaLe എന്ന് എഴുതിയിട്ട് നാളെ എന്ന് വായിക്കാം. അതായത് ആ അതായത് ഇത്ര ചെറിയൊരു കണ്ടക്ടറാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതിലൂടെ ഒഴുകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയാണ്. നമ്മൾ അതിനെ dq എന്നാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് dq എന്ന് എടുക്കുന്നത്? q = NaLe എന്നായിരുന്നു വരേണ്ടത്. dq എന്ന് എടുക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇത് വളരെ ചെറിയ കണ്ടക്ടർ ആയതുകൊണ്ട് അതുവഴി ഒഴുകുന്ന ചാർജും വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് dq എന്ന് എടുത്തത്. q = NaLe എന്ന് തന്നെ പറയാം. ന്യൂമറിക്കൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. ഡെറിവേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ dq എന്നാണ് എടുക്കുന്നത്. ചെറിയൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അതിലൂടെ ഒഴുകുന്ന ചാർജും ചെറുതായിരിക്കും. ഓക്കെ, ടോട്ടൽ ചാർജ് എടുത്താൽ പോലും എന്താ, മൊത്തം വളരെ ചെറിയ കണ്ടക്ടർ ആയതുകൊണ്ട് അതിലൂടെ ഒഴുകുന്ന ചാർജ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് dq എന്ന് എടുത്തത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം I = dq/dt എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, I = dq/dt. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനൊരു ഇതും കൂടെ കൊണ്ടുവരുവാണ്. അതായത് ഇവിടെ ഈ ഐക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കറിയാം സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. ഇവിടത്തെ സ്പീഡ്, ഇലക്ട്രോൺ ഒഴുകുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി vd ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ കണ്ടക്ടറിന്റെ ചെറിയ കണ്ടക്ടറിന്റെ ലെങ്ത് L ആണ്. അത് ഒഴുകുന്ന ടൈം ഇന്റർവെലിനെ dq എന്നാണ് നമ്മൾ ചാർജിനെ എടുക്കുന്നതെങ്കിൽ ടൈം ഇന്റർവെലിനെ എന്തായിട്ട് എടുക്കണം, dt എന്ന് എടുക്കണം. ഓക്കെ, ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ vd × dt എന്തെന്ന് കിട്ടുന്നു, L എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പം ഈ ഇവിടത്തെ L-നെ ഈ സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ കൊടുത്തിട്ട് വേണം പിന്നീട് ബാക്കി കാര്യം ചെയ്യാൻ. അപ്പൊ dq = NaLe പകരം vd dt എന്ന് എഴുതുന്നു. ഓക്കെ, ഇനിയും കറണ്ടിനെ നമുക്ക് I = dq/dt എന്ന് എഴുതാം. dq എന്ന് പറയുമ്പോൾ NaVd dt E / എന്താ dt. ചില സ്കൂളിൽ ΔT എന്ന് എടുക്കും കേട്ടോ, ഒരു പ്രശ്നമില്ല, എടുക്കാം. ഈ dt ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ I = എന്താ, NaVde. അതിന് പകരം NeaVd എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ എളുപ്പം I = Nea വിട. I യും Vd തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇനി ഇത് വെച്ചിട്ട് കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വേണമെങ്കിലും കണ്ടുപിടിക്കും. കാരണം കറന്റ് ഡെൻസിറ്റി I/A അല്ലേ. I നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് NeaVd. NeaVd ഇതൊക്കെ ന്യൂമറിക്കലിന് ഉപകരിക്കും. / A, ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് ഡെൻസിറ്റിയുടെ പുതിയ ഇക്വേഷൻ കിട്ടി, NeVd. ഇതൊക്കെ ന്യൂമറിക്കലിന് വരും കേട്ടോ, ഈ ഇക്വേഷൻസ് ഒക്കെ. ഈ കറന്റ് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ ഉള്ള റിലേഷൻ ഒക്കെ വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെയാണ് ഈ പറഞ്ഞു തരുന്നത്. ഇനി മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. മൊബിലിറ്റി, അതും ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് പെർ ചാർജ് ആയതുകൊണ്ട് N/Coulomb ആണ്. അതായത് 1 N/Coulomb കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എത്ര വെലോസിറ്റിയിൽ ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണല്ലോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നത്. ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എത്ര ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നു, അതാണ് അതിന്റെ മൊബിലിറ്റി. അതുകൊണ്ട് തന്നെ മൊബിലിറ്റി = ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ എന്താണ് യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. മോഡുലസ് എടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. കാരണം നമ്മൾ ആ ചാർജ് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്, നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം മോഡുലസ് ആണ് എല്ലാത്തിനും എടുക്കുന്നത്. അപ്പൊ നെഗറ്റീവ് E τ/m ആണ് Vd /E. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി, ഇത് മോഡുലസ് ആയതുകൊണ്ട് തന്നെ E എന്ന് എടുത്താൽ മതി. അപ്പൊ E τ/m ആയിരിക്കും നമ്മുടെ മൊബിലിറ്റി. ഓർത്ത് വെച്ചോണം, ഇതൊക്കെ ന്യൂമറിക്കലിൽ ചോദിക്കും.
പിന്നെ നമുക്ക് ഇവിടെ ഓംസ് ലോ ഓർത്ത് വെച്ചേക്കണം. ഓംസ് ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യൂണിവേഴ്സൽ ലോ അല്ല. യൂണിവേഴ്സൽ ലോ അല്ല എന്ന് പറയാൻ കാരണം ഓംസ് ലോ എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഓംസ് ലോ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആകുന്നത്. മാത്രമല്ല വേറൊരു കേസുകളുണ്ട്, അതായത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടർ ഉണ്ട്, ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസ് ഉള്ളതുകൊണ്ട് തന്നെ ഓംസ് ലോ ഒരു യൂണിവേഴ്സൽ ലോ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ടെമ്പറേച്ചർ ഓംസ് ലോ പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആയിരിക്കും പറയുന്നത്. അതായത് കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ, കൂടുതൽ വർക്ക് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചാർജ് ഫ്ലോ ചെയ്ത് കൂടുതൽ കറണ്ട് ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ആർ ഐ എന്ന് വരും. വി ഈസ് ഈക്വൽ ടു ആർ ഐ അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ആർ. ആർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ്, ഇതിനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. അത് ഓരോ ആൾക്കാർക്കും ഇൻബിൽഡ് ആണ്, അതായത് ഓരോരുത്തർക്കും ഓരോ വാല്യൂ ആണ്, ഓരോരുത്തർക്കും ഓരോ റെസിസ്റ്റൻസ് ആണ്. കോപ്പറിനും സിൽവറിനും ഗോൾഡിനും ഒക്കെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതേപോലെ തന്നെ എന്താണ് പ്ലാസ്റ്റിക്, നമ്മുടെ നഖം, നമ്മുടെ മുടി, ഇതിനൊക്കെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അത് കറണ്ട് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഇനിയും റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറാണ് ലെങ്തും ഏരിയയും. അത് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എല്ലും ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അതായത് ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുമെന്നും ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുമെന്നും അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് എഴുതിയിട്ട് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് എഴുതാം. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നു. റെസിസ്റ്റിവിറ്റി അഥവാ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയും. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയും. ഓർത്ത് വെച്ചോണം, ചിലപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞായിരിക്കും തരുന്നത്. അപ്പം പറയല്ലേ അയ്യോ പഠിപ്പിച്ചില്ല, റെസിസ്റ്റിവിറ്റി തന്നെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആണ്. ഇതിന്റെ ഒരറ്റം ആകാശത്തും ഒരറ്റം പാതാളത്തുമാണ്. ഓക്കെ, ഇതിന്റെ ഒരറ്റം ആകാശത്തും ഒരറ്റം പാതാളത്തിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊത്തം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോജിക് ആയിട്ടുള്ള പരിപാടിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇതിന്റെ ഒരു യൂണിറ്റ് ഏരിയ എടുക്കും, അതായത് 1 മീറ്റർ സ്ക്വയർ എടുക്കും. അതേപോലെ യൂണിറ്റ് ലെങ്തും എടുക്കും, 1 മീറ്റർ എടുക്കും. അപ്പൊ 1 മീറ്റർ ലെങ്തിലും 1 മീറ്റർ സ്ക്വയറിലെയും റെസിസ്റ്റൻസ് അളന്ന് നോക്കും. അപ്പൊ കിട്ടുന്ന സാധനമാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് ലെന്ത് കൂടുമ്പോഴും ഏരിയ കൂടുമ്പോഴും ഒക്കെ റെസിസ്റ്റൻസിന് വ്യത്യാസം വരും, പക്ഷെ റെസിസ്റ്റിവിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. കാരണം എന്താ, 1 മീറ്റർ സ്ക്വയർ ലെങ്തിലും 1 മീറ്റർ സ്ക്വയർ ഏരിയയിലും 1 മീറ്റർ ലെങ്തിലുമുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ ലെന്ത് കൂടിയെന്ന് പറഞ്ഞിട്ട് അതിന്റെ റെസിസ്റ്റിവിറ്റി മാറാൻ പോകുന്നില്ല. കാരണം എന്താ, അതെപ്പോഴും ഫിക്സ്ഡ് ആണ്. അതെപ്പോഴും 1 മീറ്റർ സ്ക്വയർ ഏരിയയിലും 1 മീറ്റർ ലെങ്തിലുമുള്ള റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ വ്യത്യാസം ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് റിലാക്സേഷൻ ടൈമും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം. അത് ലോജിക്കലായിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും. ന്യൂമറിക്കൽ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കുറെ കൺസെപ്റ്റ് ഉണ്ട്. അതും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ന്യൂമറിക്കലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്, അതായത് റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം, അതായത് ഒന്നുമില്ല, റോ ആൻഡ് ടോ. അപ്പം ഇക്വേഷൻ ഒരു സൈഡിൽ റോയും കാണും, ഒരു സൈഡിൽ ടോയും കാണും. അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് I ഈസ് ഈക്വൽ ടു NEAVD എന്ന് പറയുന്നത് നമുക്കറിയാം. അതേപോലെ വി ഡിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഞാൻ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നത്, അപ്പൊ നെഗറ്റീവ് ഇ ടോ എടുക്കുന്നില്ല, പകരം ഇ ടോ ഡിവൈഡ് ബൈ എം എന്ന് എടുക്കുക. ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു NEAVDക്ക് പകരം ഇ ടോ ഡിവൈഡ് ബൈ എം എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഓൾറെഡി ടോ ആയി, ഇനി റോ വന്നില്ല. റോ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ റോ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ I ഈസ് ഈക്വൽ ടു NE സ്ക്വയർ AE. നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ കഴിഞ്ഞ ചാപ്റ്റർ അത് ഈസിക്കലി നെഗറ്റീവ് dv ബൈ dr പഠിച്ചതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ഇതിനെ നെഗറ്റീവ് കളഞ്ഞിട്ടും ഈ ഡിഫറൻഷ്യൽ കോൺസെപ്റ്റ് കളഞ്ഞിട്ട് ഈ ഈസിക്കൽ ടു വെറും v ബൈ ആർ എന്നോ അല്ലെ v ബൈ എൽ എന്നോ v ബൈ ഡി എന്നോ ഒക്കെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ഞാനിവിടെ ഈനെ v ബൈ എൽ ആക്കി എടുക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഈനെ v ബൈ എൽ ആക്കി എടുക്കുന്ന സമയത്ത് ഈനെ നമുക്ക് v ബൈ എൽ ആക്കി എടുക്കുന്ന സമയത്ത് ഇവിടെ v ബൈ എൽ എന്ന് എഴുതും, ടോ ഹോൾ ഡിവൈഡഡ് ബൈ എം.
റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ എൽ എവിടെ വരും, എമ്മിന്റെ കൂടെ വരും. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ എ വി ടോ ഡിവൈഡ് ബൈ എന്താ എം എൽ എന്ന് വരും. ഈ വിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഐ ബൈ വി ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ എ ടോ ഡിവൈഡ് ബൈ എന്താ എം എൽ എന്ന് വരുന്നു. ഐ ബൈ വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വി ബൈ ഐ ആണെങ്കിൽ ആർ ആണ്. ഐ ബൈ വി എന്ന് പറയുമ്പോൾ 1/r വരും. അപ്പൊ അങ്ങനെ എഴുതുന്നതിന് പകരം ഇതിനെ നേരെ തിരിക്കുന്നു, വി ബൈ ഐ ആക്കുന്നു. അപ്പൊ ഇപ്പുറത്തും തിരിക്കുന്നു, എം എൽ ഡിവൈഡ് ബൈ എൻ ഇ സ്ക്വയർ എ ടോ എന്നാക്കുന്നു. വി ബൈ എൽ എന്ന് പറയുമ്പോൾ ആർ ആണ്. ആർ ഈസ് ഈക്വൽ ടു എം എൽ ഡിവൈഡ് ബൈ എന്താ എൻ ഇ സ്ക്വയർ എ ടോ. ആർ എന്ന് പറയുമ്പോൾ എന്താ ആർ റോ എൽ ബൈ എ ആണ്, ഈസ് ഈക്വൽ ടു എം എൽ ഡിവൈഡ് ബൈ എന്താ എൻ ഇ സ്ക്വയർ എ ടോ. എയും കട്ട് ചെയ്ത് കളയുന്നു, എല്ലും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നു, എം എൻ ഇ സ്ക്വയർ ടോ എന്ന് വരുന്നു. ശരിക്കും എം മാസ് ഓഫ് ഇലക്ട്രോൺ, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതിനെ രണ്ടിനെയും കോൺസ്റ്റന്റ്, അത് രണ്ടും കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു 1/n ടോ എന്ന് വരുന്നു. അതായത് റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ടോ എന്ന് വരുന്നു. n എന്ന് പറയുമ്പോൾ നമ്പർ ഡെൻസിറ്റി ആണ്, നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് n. ടോ എന്ന് പറയുമ്പോൾ റിലാക്സേഷൻ ടൈം. ഇതിനർത്ഥം ടോ കൂടിയാൽ റോ കുറയുന്നു, n കൂടിയാലും റോ കുറയുന്നു. റോ കുറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു എന്നർത്ഥം. അങ്ങനെ അറിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറഞ്ഞു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ കറണ്ട് നന്നായിട്ട് ഒഴുകും എന്നർത്ഥം. ഇനി റിലാക്സേഷൻ ടൈം കൂടുക കുറയുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. റിലാക്സേഷൻ ടൈം എന്താണെന്നാ പറയുന്നത്, നമ്മുടെ ആറ്റത്തിനകത്ത് അല്ലെങ്കിൽ സോറി ഒരു എലമെന്റിനകത്ത് ആറ്റങ്ങളിനകത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുക, ഇത് ഇതേ ചെന്ന് ഇടിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഈ ഇടിക്കും അതേപോലെ ഇവിടെ വന്നതുകൊണ്ട് ഈ ഇടിക്കും ഇടയ്ക്കുള്ള ടൈം ഇന്റർവെല്ലിനെയാണ് T1 എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ആൾക്കാരുടെ ടോട്ടൽ ടൈം ഇന്റർവെല്ലിന്റെ ആവറേജിനെയാണ് ടോ എന്ന് പറയുന്നത്. അപ്പം റിലാക്സേഷൻ ടൈം കുറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, പെട്ടെന്ന് ഇടിക്കുക എന്നർത്ഥം, പെട്ടെന്ന് ഇടിക്കും. ഓക്കെ, റിലാക്സേഷൻ ടൈം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടിക്കുക എന്നർത്ഥം, ഇടിക്കുക. റിലാക്സേഷൻ ടൈം കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ, ഇവിടുന്ന് ഇവിടം വരെ വന്ന് ഇടിക്കാനുള്ള ടൈം കൂടുതൽ, അപ്പൊ പെതുക്കെയാണ് മൂവ് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പം പെട്ടെന്ന് മൂവ് ചെയ്യുവാണെങ്കിൽ ഇലക്ട്രോൺസ് നല്ലതായിട്ട് ഫ്ലോ ചെയ്ത് നല്ല രീതിയിൽ കറണ്ട് ഉണ്ടാവും, അപ്പൊ റെസിസ്റ്റിവിറ്റി കുറവാന്നർത്ഥം. അതല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് ടോ കുറയുവാണെങ്കിൽ റോ കൂടും, റെസിസ്റ്റിവിറ്റി കൂടും. ടോ കുറയുവാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടും, ടോ കൂടുവാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറയും. അതായത് ഇവിടെ ടോ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, റിലാക്സേഷൻ ടൈം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, പെട്ടെന്ന് ഇടിക്കുക എന്നർത്ഥം. റിലാക്സേഷൻ ടൈം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, പെതുക്കെ ഇടിക്കുന്നതിനർത്ഥം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലോജിക്കലി ചോദിക്കുന്നതാണ്. അത് പറയുമ്പോൾ ഞാൻ ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി. അത് മെറ്റലിന്റെ കേസിലും ഒരു പെർട്ടിക്കുലർ രീതിയാണ്, സെമി കണ്ടക്ടറിന്റെ കേസിൽ വേറൊരു രീതിയാണ്. മെറ്റലിന്റെ കേസിൽ എപ്പോഴും ആലോചിച്ചോണം, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി അഥവാ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നറിയാമോ, കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി കുറയുവാണ്. അതിന്റെ കാരണം നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് പറയാം. ഇക്വേഷൻ റോ ടി ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് T0 ആണ്. ഞാൻ ചുമ്മാ ഒരു റാൻഡം വാല്യൂസ് കൊടുക്കുകയാണ്. ഇത് ചുമ്മാ ഒരു അസ്യൂംഡ് വാല്യൂ ആണ്, ഇങ്ങനെ ഒരു വാല്യൂ ഒന്നും ഇല്ല, ഞാൻ കൊടുക്കുകയാണ്. ഞാൻ T0 എന്ന് പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ ടെമ്പറേച്ചർ, അതിനെ ഞാൻ 0 കെൽവിൻ എന്ന് എടുത്തു. എന്നിട്ട് ഞാൻ ടെമ്പറേച്ചർ കൂട്ടുവാണ് ഒരു കണ്ടക്ടറിന്റെ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടി ടി അതിനെ ഞാൻ ഒരു 50 കെൽവിൻ ആക്കി. ഓക്കെ, ആദ്യം T0 ഇനിഷ്യൽ ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റിവിറ്റി റോ 0 അതൊരു 2 ഓംമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റോ ടി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആൽഫ എപ്പോഴും മെറ്റലിന് പോസിറ്റീവ് ആയിരിക്കും, ഞാൻ അതിനെ +1 എന്നങ്ങ് എടുക്കുകയാണ്. അത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ, എന്താണ് റോ 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 50 മൈനസ് 0 എന്ന് വരുന്നു. അതായത് 2 ഇൻറ്റു 51 എന്ന് വരുന്നു. അപ്പം 102 ഓംമീറ്റർ. അതിനർത്ഥം എന്തുവാ, 0 കെൽവിനിൽ 2 ഓംമീറ്റർ ആയിരുന്നപ്പോൾ 50 കെൽവിൻ കിടന്നപ്പോൾ 102 ഓംമീറ്റർ ആയി. അതിനർത്ഥം ടെമ്പറേച്ചർ കൂടിയപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടി. ഇത് തന്നെ നിങ്ങൾക്ക് RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് T0 എന്ന് എഴുതാം കേട്ടോ. റെസിസ്റ്റൻസ് വെച്ച് എഴുതാൻ കുഴപ്പമില്ല.
സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈക്വേഷൻ വെച്ചിട്ട് പറയാം. റോ ടി ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി 0. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ T00 തന്നെ കൊടുത്തു. ഞാൻ ടെമ്പറേച്ചർ കൂട്ടി, ടി എന്ന് പറയുന്നത് 50 കെൽവിൻ ആക്കി. T0 ഉണ്ടായിരുന്ന സമയത്ത് റോ എന്ന് പറയുന്നത് റോ 0 2 ഓം മീറ്റർ ആയിരുന്നു. അപ്പൊ റോ ടി എന്തായി? എപ്പോഴും സെമി കണ്ടക്ടറിന്റെ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് ഞാൻ നെഗറ്റീവ് 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തു നോക്കിയേ, റോ ടി ഈസ് ഈക്വൽ ടു റോ 0ക്ക് നമുക്ക് എന്താ 2 കൊടുക്കാം ഇല്ലേ? 2 ഇൻറ്റു 1 പ്ലസ് നെഗറ്റീവ് 1 ഇൻറ്റു 50 മൈനസ് എന്താണ് 0. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 1 മൈനസ് 50 എന്ന് വരുന്നു, അതായത് 2 ഇൻറ്റു മൈനസ് 49 എന്ന് വരുന്നു. അപ്പോൾ ഏകദേശം മൈനസ് 98 ഓം മീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പം 0 കെൽവിനിൽ 2 ഓം മീറ്റർ ആയിരുന്ന റെസിസ്റ്റിവിറ്റി 50 കെൽവിൻ ആയപ്പോൾ മൈനസിലേക്ക് പോയി. അങ്ങനെ ഒരു വാല്യൂ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു അസ്യൂംഡ് വാല്യൂ എടുത്താണ്. ഇങ്ങനെ ഇതൊരു ബ്ലണ്ടർ വാല്യൂ ആണ്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നെഗറ്റീവ് വാല്യൂ ഒന്നും വരില്ല. ഞാൻ ചുമ്മാ എടുത്തതേ ഉള്ളൂ. പക്ഷെ 2-നേക്കാളും ചെറിയ വാല്യൂ ആണ് നെഗറ്റീവ് 98 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി മറ്റേ രീതി വെച്ചിട്ട് പറഞ്ഞുതരാം. എന്താ? റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ടോ. മെറ്റലിന്റെ കേസിൽ എങ്ങനെ വരും എന്നറിയാം. നമുക്ക് ഒരിക്കലും നമ്പർ ഡെൻസിറ്റി മെറ്റലിന്റെ കേസിൽ കൂട്ടാൻ പറ്റത്തില്ല. കാരണം മെറ്റൽ എന്ന് പറയുമ്പോൾ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിരിക്കും അതുള്ളത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇലക്ട്രോണും വന്നിട്ട് ഒരു യൂണിറ്റ് വോളിയത്തിൽ എന്ത് ചെയ്യത്തില്ല, കൂടത്തൊന്നുമില്ല. ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകി പോകത്തതേ ഉള്ളൂ. അല്ലാതെ ഇലക്ട്രോൺസ് എല്ലാം വന്നിട്ട് ഒരു പോയിന്റ് വന്നിട്ട് നമ്പർ ഡെൻസിറ്റി ഒന്നും കൂടത്തില്ല. അപ്പം മെറ്റലിന്റെ കേസിൽ ഇതിന് എഫക്റ്റ് ഇല്ല. അപ്പം എന്താണ്, അപ്പം അവിടെ ടോ വ്യത്യാസം വരുന്നതിനനുസരിച്ചാണ് റോ വ്യത്യാസം വരുന്നത്. ഞാൻ പറഞ്ഞു എന്താണ്, മെറ്റലിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കുറയും, റെസിസ്റ്റിവിറ്റി കൂടുമെന്നാണ് പറഞ്ഞത് ഇല്ലേ? അതെങ്ങനെ കൂടുന്നു എന്നുള്ളത് ലോജിക്കലി ഈക്വേഷൻ വെച്ച് പറയുവാണ്. അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞു റിലാക്സേഷൻ ടൈം എന്താ, ഈ ഇലക്ട്രോണ് ഇടിച്ച് പിന്നെ വന്ന് ഇതേലെടുക്കാൻ അല്ലെങ്കിൽ ഇടിക്കാൻ എടുക്കുന്ന ടൈമിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസ് ആണ്, ഈ ന്യൂക്ലിയസിൽ നിന്ന് അടുത്ത ന്യൂക്ലിയസ് ചെന്ന് ഇടിക്കാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് അതിന്റെ ആവറേജിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഇതുപോലത്തെ എല്ലാ ഇലക്ട്രോണിന്റെ ടൈമിന്റെ ആവറേജ് ഞാൻ ഇതിനെ അങ്ങോട്ട് ഒന്ന് എടുക്കുക. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ ഈ ഇലക്ട്രോൺസിന് ഓൾറെഡി ഒരു എനർജി കിട്ടിയിട്ട് റിലാക്സേഷൻ ടൈം കുറയുകയാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്നിരിക്കും, റിലാക്സേഷൻ ടൈം കുറയും. റിലാക്സേഷൻ ടൈം കുറയുക എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് ഇവിടെ വരെ ഇടിക്കാൻ എടുക്കുന്ന ടൈം കുറയുമെന്ന് അർത്ഥം. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ പെട്ടെന്ന് ഇടിക്കും. ഓക്കെ, അപ്പൊ റിലാക്സേഷൻ ടൈം കുറയും, പെട്ടെന്ന് ഇടിക്കുന്നു. പെട്ടെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് പെട്ടെന്ന് ഇടിക്കും. അപ്പൊ റിലാക്സേഷൻ ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയുന്നു, അതായത് ഒരു ന്യൂക്ലിയസിൽ നിന്ന് അടുത്ത ന്യൂക്ലിയസിൽ ചെന്ന് ഇടിക്കാൻ എടുക്കുന്ന ടൈം വളരെ കുറയും എന്നർത്ഥം. ഓക്കെ, അപ്പം ഈ റിലേഷൻ വെച്ച് റിലാക്സേഷൻ ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ റെസിസ്റ്റിവിറ്റി കൂടും എന്നർത്ഥം. അതായത് റെസിസ്റ്റൻസ് കൂടും മെറ്റലിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ. എന്നാൽ നമ്മുടെ സെമി കണ്ടക്ടറിന്റെ കേസിൽ നോക്കിയോ, സെമി കണ്ടക്ടർ നമ്മൾ വരച്ച് കാണിച്ചായിരുന്നു. സിലിക്കൺ ചുറ്റിനും 4 ഇലക്ട്രോൺ, സിലിക്കൺ ഇത് ക്രിസ്റ്റലാണ് വരയ്ക്കുന്നത്, സിലിക്കൺ ചുറ്റിനും 4 ഇലക്ട്രോൺ, സിലിക്കൺ ചുറ്റിനും 4 ഇലക്ട്രോൺ. ഓക്കെ, ഇവർ തമ്മിൽ കോവാലന്റ് ബോണ്ട്, ഇവർ തമ്മിൽ കോവാലന്റ്, ഇവർ തമ്മിൽ കോവാലന്റ്, ഇങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ചൂട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രോൺസ് വേണ്ടി ഈ സ്പേസിലോട്ട് വരും, ഇവിടെ ഹോൾ ആവും. ഇതും പൊട്ടും, ഇവിടെ ഹോൾ ആവും, ഈ ഇലക്ട്രോൺ ഇവിടെ വരും. ഇതും പൊട്ടും, ഇവിടെ ഹോൾ ആവും, ഇത് ഇവിടെ വരും. ഇവിടെ പൊട്ടും, ഇതും ഹോൾ ആവും, ഇവിടെ ഇലക്ട്രോൺ ഇവിടെ വരും. ഇപ്പൊ നോക്കി, ഇവിടെ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൂടി, അതായത് റോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ടോ ആണ്. അപ്പൊ ഇവിടെ എന്നിന്റെ ഇത് കൂടി, ടെമ്പറേച്ചർ കൂടിയപ്പോൾ എൻ കൂടിയാൽ റോ എന്ത് ചെയ്യും, റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ അവിടെ പഠിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയത്തില്ലേ, കുറയുമ്പോൾ ഇത് കൂടുവല്ലേ ചെയ്യേണ്ടത്? അപ്പം അത് മനസ്സിലാക്കേണ്ടത്, എൻ ഉണ്ടാക്കുന്ന എഫക്റ്റ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ടോ ഉണ്ടാക്കുന്ന എഫക്റ്റ് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എൻ വെച്ചിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇ എം എഫിനെ പറ്റിയും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റിയാണ്. അത് ഓർത്ത് വെക്കേണ്ടത്, നമ്മളൊരു സെൽ എടുക്കുന്നു, ഇതൊരു സെല്ലാണ്,
ഈ സെല്ലിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. EMF അത് 1.5 നമ്മുടെ എന്താണ് ക്ലോക്കിനെടുത്ത ബാറ്ററിയാണ് 1.5 വോൾട്ട് ആണ്. എന്നാൽ അത് നിങ്ങൾ ഒരു ക്ലോക്കിനോ അല്ലെങ്കിൽ പറഞ്ഞ ഒരു ബൾബ്, ചെറിയൊരു ബൾബ് 0 വോൾട്ട് ബൾബാണെന്ന് വിചാരിച്ചു. 0 വോൾട്ട് ബൾബിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കീയുടെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് കത്തും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 1.49 കാണിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ EMF 1.5 വോൾട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 1.49 ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? EMF എന്ന് പറയുന്നത് ഒരു ബാറ്ററിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണ്. അത് കറണ്ട് അതുവഴി ഒഴുകാത്ത സമയത്തുള്ള, അതായത് എന്താണ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്ന സമയത്തുള്ള ഒരു സെല്ലിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. എന്നാൽ അത് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ട് അതുവഴി കറണ്ട് ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് എന്താണ് ഇതിന്റെ അകത്ത് നമുക്കറിയാലോ, ഇപ്പൊ സെല്ലിന്റെ അകത്ത് ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് പഠിച്ചതാണ്. അപ്പൊ അവിടെ കുറച്ച് റെസിസ്റ്റൻസ്, അവിടെ എല്ലാം ഇലക്ട്രോഡ് മെറ്റൽസ് ആണ്, മെറ്റൽസിന് നാച്ചുറൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് ആണ്, അതിനകത്ത് അയോൺസ് ഒഴുകിയിട്ടാണ് ഈ കറണ്ട് ഉണ്ടാകുന്നത്, അവിടെയും നാച്ചുറൽ റെസിസ്റ്റൻസ് കാണും. അപ്പൊ അവിടുത്തെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു 0.1 വോൾട്ട് ഉപയോഗിച്ചു, എന്നിട്ട് ബാക്കിയുള്ളതാണ് പുറത്തു വരുന്നത്. അപ്പം സ്വിച്ച് ഓൺ ആക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ സ്വിച്ച് ഓൺ ആക്കുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോസ്ഡ് സർക്യൂട്ട്, അതായത് സ്വിച്ച് ഓൺ ആക്കുക എന്ന് പറയുമ്പോൾ സർക്യൂട്ട് ക്ലോസ് ആവുന്ന അർത്ഥം. ക്ലോസ്ഡ് സർക്യൂട്ട് ഉള്ള സമയത്ത് ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെല്ല് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത്, അതായത് സെല്ല് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. EMF എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോസ് ആണ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിന്റെ ഒരു എഫക്റ്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കും. EMF is the cause and terminal potential difference is the effect എന്നുള്ള കാര്യം ആലോചിക്കും. ഇനി ഇവരുടെ ഒരു കൺസെപ്റ്റ് റിലേഷൻ പഠിക്കാനുണ്ട്. ഞാൻ ഒരു സെൽ എടുക്കുന്നു, ഈ സെല്ലിനകത്തും റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിനെ ഞാൻ ഒരു ചെറിയ റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യാണ്. എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിലൊരു റെസിസ്റ്ററോ ഒരു ബൾബ്, റെസിസ്റ്റർ തന്നെ കൊടുത്തേക്കാം, ഒരു R റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ ഉണ്ടായിരുന്നു. ബൾബ് വേണേലും എടുക്കാം, ഒരു കുഴപ്പമില്ല, അതിന്റെ റെസിസ്റ്റൻസ് R ആയിട്ട് എടുത്താൽ മതി. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കീയുടെ സഹായത്തോടു കൂടി ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, ഇത്രയും ബാറ്ററിയുടെ ഉൾഭാഗമാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ബാറ്ററിയുടെ അകത്തുള്ള റെസിസ്റ്റൻസ് ആണ് R. ബാറ്ററിയുടെ അകത്ത് നിങ്ങൾ EMF ഇതിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ആണ് E. എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു വോൾട്ടിമീറ്റർ വെച്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാധനമാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ V വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻസൈഡ് ദ സെൽ ആകുമ്പോൾ നമ്മുടെ ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓംസ് ലോ V = IR അല്ലേ? അങ്ങനെയാണെങ്കിൽ അകത്തെ സെല്ലിലാണെങ്കിൽ, സെല്ലിനകത്താണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ EMF ആയിരിക്കും I × അവിടുത്തെ റെസിസ്റ്റൻസ് സ്മോൾ r ആയിരിക്കും. ഓംസ് ലോ വെച്ചിട്ട് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വോൾട്ടേജിനെ നമ്മൾ എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബാറ്ററിയുടെ EMF ആയിരിക്കും, ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ R + small r എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I × R + small r = E എന്ന് വരുന്നു. അവിടുന്ന് IR + I × small r = E എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I × R V ആണ്, പ്ലസ് I × small r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കട്ടെ, I small r അവിടെ കിടക്കട്ടെ, E. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് V കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി? E - IR. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു ഇതിന്റെ EMF എന്ന് പറയുമ്പോൾ 1.5 ആയിട്ട് എടുത്തു, പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1.49 കിട്ടിയത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? 0.01 എന്നുണ്ട് ഇവിടെ പോയി. ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു അവിടെ എന്ത് അതിന്റെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ മനസ്സിലാക്കാം, EMF-നെക്കാളും ചെറുതായിരിക്കും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, V = E - IR എന്നല്ലായിരുന്നു. IR നെ എങ്ങോട്ട് കൊണ്ടുവന്നിട്ട് V നെ എങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ IR = E - V, അവിടുന്ന് R = E - V/I. അങ്ങനെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയി. ഇനി നമുക്ക് 3 ലോ പഠിക്കാനുണ്ട്, 2 ലോ പഠിക്കാനുണ്ട്. ഒന്ന് കിർച്ചോഫ് ഫസ്റ്റ് ലോയും കിർച്ചോഫ് സെക്കൻഡ് ലോയും പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് ലോ സിമ്പിൾ ആണ്, സെക്കൻഡ് ലോ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമറിക്കൽ ചോദിക്കും. അപ്പം അതൊന്ന് ഞാനൊന്ന് റെഡിയാക്കി തരാം. അതായത് ഇപ്പം നിങ്ങൾ ഒരു ട്രാഫിക് സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര വണ്ടി വരുന്നോ അത്രയും വണ്ടി തന്നെ അവിടെ നിന്ന് ലീവ് ആവും. ആ ജംഗ്ഷനിൽ ഒരിക്കലും വണ്ടി നിൽക്കത്തില്ല, അതായത് ജംഗ്ഷനിലുള്ള വണ്ടിയുടെ
സമ്മ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതായത് ഇപ്പം I1 എന്ന് പറയുന്ന കറണ്ട് ഇവിടോട്ട് വരികയാണ്, I2 എന്ന് പറയുന്നതും ആ ജംഗ്ഷനിലോട്ട് തന്നെ വരുവാണ്, I3 എന്ന് പറയുന്നതും ആ ജംഗ്ഷനിലോട്ട് വരുവാണ്. എന്നിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കറണ്ട് I4 ആയിട്ടും I5 ആയിട്ടുമാണ് ലീവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജംഗ്ഷനിലുള്ള ടോട്ടൽ കറണ്ട് എപ്പോഴും 0 ആയിരിക്കും. അതായത് I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട, ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സം ഓഫ് കറണ്ട് എൻട്രിങ് എ ജംഗ്ഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിംഗ് ദാറ്റ് ജംഗ്ഷൻ. ഇതായിരിക്കും എന്താണ് നമ്മൾ പഠിച്ച കിർച്ചോഫ് ലോ. കിർച്ചോഫ്സ് ലോ പറയുന്നത് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ ഇവനെ നമുക്ക് എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് എടുക്കാം, ജംഗ്ഷൻ റൂൾ എന്ന് എടുക്കാം, അതേപോലെ തന്നെ കറണ്ട് ലോ എന്ന് എടുക്കാം, കറണ്ട് ലോ എന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I4 പ്ലസ് I5 ആണ്. ഓക്കെ, അതായത് എൻട്രി ചെയ്യുന്ന കറണ്ട് ലീവ് ചെയ്യുന്ന കറണ്ടിന് ഈക്വൽ ആയിരിക്കും. ഇനിയും വേറെ രീതി പറയുകയാണെങ്കിൽ ആൽജിബ്രിക് സം ഓഫ് കറണ്ട് ഇൻ ദാറ്റ് ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ I1 പ്ലസ് I2 പ്ലസ് I3 ഇവരെ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു എന്താ 0. ഇത് രണ്ടാമത്തെ ആ ഡെഫിനിഷൻ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ, അതായത് സെക്കൻഡ് ലോ പറയുന്നത് വോൾട്ടേജ് ലോ ആണ്. വോൾട്ടേജ് ലോ അഥവാ അതിനെ ലൂപ്പ് റൂൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെഷ് റൂൾ എന്ന് വിളിക്കാം, അങ്ങനെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അത് പറയുന്നത് എന്താണെന്ന് അറിയാം. നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുകയാണ്. ഞാൻ ഒരു ലൂപ്പ് എടുക്കാം. ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യണം, താഴെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെയും ഞാൻ ഒരു സെല്ല് കണക്ട് ചെയ്യാണ്. ഇതിന്റെ EMF E1 എന്ന് കൊടുക്കുന്നു, ഇതിന്റെ EMF E2 എന്ന് കൊടുക്കുന്നു, ഇതിന്റെ റെസിസ്റ്റൻസ് R1 എന്ന് കൊടുക്കുന്നു, ഇതിന്റെ റെസിസ്റ്റൻസ് R2 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ മോളിലും കൂടെ ഞാൻ റെസിസ്റ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത് R3 ആണ്. ഇവർ പറയുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള EMFന്റെ ടോട്ടൽ എന്ന് പറയുന്നത് ആ ലൂപ്പിൽ തന്നെയുള്ള എത്ര കറണ്ടും എത്ര റെസിസ്റ്ററും ഉണ്ടോ ആ കറണ്ടും റെസിസ്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാ കറണ്ടിനെയും റെസിസ്റ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും EMF എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനകത്തെ E1 പ്ലസ് E2 ഈ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ E1 പ്ലസ് E2 ആണ് അവിടുത്തെ EMF. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഒഴുകുന്ന കറണ്ട് I1 ഉം ഇതുവഴി ഒഴുകുന്ന കറണ്ട് I2 ആണെങ്കിൽ അത് I1 R1നും I2 R2നും സമ്മിനും ഈക്വൽ ആയിരിക്കും ഇവിടുത്തെ EMF എന്ന് പറയുന്നത്. അതായത് ഒരു ലൂപ്പിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ EMF എന്ന് പറയുന്നത് EMFന്റെ സമ്മ എന്ന് പറയുന്നത് ആ ലൂപ്പിൽ തന്നെ ഒഴുകുന്ന കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റിന്റെ സമ്മിന് ഡയറക്ട്ലി ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞാൻ എഴുതി കാണിക്കാം, അത് കൃത്യമായിട്ട് എഴുതി കാണിക്കാം. ഞാൻ ലൂപ്പിന്റെ പേര് കൊടുക്കുകയാണ്. ഇത് A B C D E F. ഓക്കെ, ഇവിടെ ഞാൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത് ABCDA ആണ്. അതായത് ഇങ്ങനെ. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ലൂപ്പിലെ ടോട്ടൽ EMF എന്ന് പറയുമ്പോൾ E1 പ്ലസ് E2 ആണ്. അവിടുത്തെ കറണ്ട് E1 മുഖാന്തരം ഉണ്ടാകുന്ന E1 എന്ന് പറയുന്ന സെൽ ഉണ്ടാക്കുന്ന കറണ്ടിനെ I1 എന്നും E2 എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാക്കുന്ന EMF ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ബാറ്ററി ഉണ്ടാക്കുന്ന കറണ്ടിനെ I2 എന്നും വിളിച്ചു. നമുക്കറിയാം ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് ഒഴുകുന്നത് കൊണ്ട് ഡയറക്ഷൻ കണ്ടോ, ഇതാണ് പോസിറ്റീവ് അതുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടു, ഇതാണ് പോസിറ്റീവ് അതുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടു. ഓക്കെ, ഈ രണ്ട് കറണ്ടും കണ്ടോ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് ഇതുവഴി പോകുന്നത് I1 പ്ലസ് I2 ആയിട്ടായിരിക്കും ഇതുവഴി പോകുന്നുണ്ടാകുക. R3 കൂടെ I1 പ്ലസ് I2 ആയിരിക്കും പോകുന്നുണ്ടാകുക. നമുക്ക് ഈ ലൂപ്പ് എടുക്കാം. ഈ ലൂപ്പിൽ ഞാനിപ്പോൾ ABCD എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തപ്പോൾ അതിനകത്തുള്ള ടോട്ടൽ EMF എന്ന് പറയുമ്പോൾ E1 പ്ലസ് E2. അതിനകത്തുള്ള കറണ്ടിന്റെ റെസിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് I1 R1 ഉം അടുത്തത് I2 R2 ആയിരിക്കും. ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തു, അതിന്റെ പ്രൊഡക്റ്റിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും അത്. പക്ഷേ ഇവിടെ സൈൻ കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ അടുത്തൊരു പ്രത്യേകത. സൈൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? സൈൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത EMFന് സൈൻ കൊടുക്കുന്നത് എപ്പോഴും ആലോചിച്ചോണം. ഞാൻ ലൂപ്പ് എടുത്തത് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് ട്രാവൽ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ, അതായത് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ലൂപ്പ് എടുക്കുന്നതെങ്കിൽ EMF പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ലൂപ്പ് എടുക്കുമ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ EMF നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അങ്ങോട്ടാണെങ്കിൽ IR എന്തായിട്ട് എടുക്കുക? പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഞാൻ എടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ട്, പക്ഷെ കറണ്ട് ഒഴുകുന്നത് ഇങ്ങോട്ടാണെങ്കിൽ അവിടുത്തെ IR നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അങ്ങനെ വേണം സൈൻ ഓർക്കാൻ വേണ്ടി. ഇത് പല രീതിയിൽ പഠിക്കാം. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു.
അത് ഡയറക്ഷൻ നോക്കിക്കോണം, അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. അപ്പം ഇവിടെ ലൂപ്പ് എടുത്തത് ABCD, അപ്പം എയിൽ നിന്ന് ബിയിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ EMFനെ സംബന്ധിച്ച് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ E1 പോസിറ്റീവ് ആണ്. E2 എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കറങ്ങി വന്ന് ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് യാത്ര, അപ്പൊ E2 നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെ ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ ഐയും I1ഉം ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് തന്നെ I1 R1 പോസിറ്റീവ് ആണ്. എന്നാൽ ഞാൻ ഇങ്ങനെ ലൂപ്പ് എടുത്ത് മുകളിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന സിയിൽ നിന്ന് ഡിയിലോട്ടാണ്, പക്ഷെ കറണ്ട് ട്രാവൽ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അപ്പൊ അവിടുത്തെ I2 R2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതായത് നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ E1 - E2 = I1 R1 - I2 R2. അടുത്തത് ഞാൻ ലൂപ്പ് എടുക്കാൻ പോകുന്നത് CDFEC എടുക്കാൻ പോകുന്നത്, അതായത് ആന്റി ക്ലോക്ക് വശത്തെ D രീതിയിൽ എടുക്കാൻ പോകുന്നത്. അപ്പൊ അവിടുത്തെ ടോട്ടൽ EMF അവിടെ ഒറ്റ EMF ഉള്ളൂ, E2 ആണ്. E2 = അവിടുത്തെ കറണ്ട് എന്ന് പറയുമ്പോൾ I2 R2 ഉണ്ട്, പ്ലസ് എന്താണ് I1 + I3 ആണ് നമ്മുടെ R3 കൂടെ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ എടുക്കാം. സൈൻ നോക്കാം. ഞാൻ ട്രാവൽ ചെയ്യുന്നത് സിയിൽ നിന്ന് ഡിയിലോട്ടാണ്, ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, EMF നെഗറ്റീവ് ആണ്. ഇനി കറണ്ട് നോക്കുവാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത് സിയിൽ നിന്ന് ഡിയിലോട്ടാണ്, പക്ഷെ I2 നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, I2 നെഗറ്റീവ് വരും. അതേപോലെ തന്നെ ഞാൻ മോളിൽ യാത്ര ചെയ്യുന്നത് എഫിൽ നിന്നും ഇയിലോട്ടാണ്, പക്ഷെ ഇവിടുത്തെ കറണ്ട് ഈ ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടുത്തെ രണ്ട് നെഗറ്റീവും കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ നെഗറ്റീവായിട്ട് എന്ത് ചെയ്യും, ഇത് ക്യാൻസൽ ആയി പോവുകയാണെങ്കിൽ ബാക്കി ഇതായിരിക്കും. അപ്പൊ ഓർക്കുക, നമ്മൾ എടുക്കുന്ന അതേ ലൂപ്പ് എടുക്കുന്ന ഒരു ആമിൽ നമ്മൾ ഒരു ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഒരു ആമിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ അവിടുത്തെ IR നെഗറ്റീവ് ആയിട്ട് എടുക്കുക, സെയിം ഡയറക്ഷനാണ് IR പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നമ്മൾ ലൂപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ EMF പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ EMF നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഇനി വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളും സെൽസ് ഇൻ കോമ്പിനേഷൻ ഓഫ് സെല്ലും കൂടെ നമുക്ക് അത് പറയാനുള്ളൂ, പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയേക്കാം. ഓക്കെ, നോക്കിക്കോളൂ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഇതിന്റെ പ്രിൻസിപ്പിൾ മാത്രമേ പഠിക്കാനുള്ളേ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇതിന് 4 ആംസ് ഉണ്ട്. 4 ആംസിൽ രണ്ടെണ്ണം നോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന ആമാണ്, ഒരെണ്ണം വേരിയബിൾ റെസിസ്റ്റൻസ്, നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന ആമാണ്, മൂന്നാമത്തേത് നമ്മൾ അൺനോൺ ആയിട്ടുള്ളത്. അത് എന്തായിക്കോട്ടെ, ഇപ്പം എന്റെ താക്കോലിന് ഇത്രയും ഭാഗത്ത് മെറ്റൽ പീസ് ഉണ്ട്, ഇത്രയും മെറ്റൽ പീസിന്റെ റെസിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഇവിടുന്ന് ഇളക്കി എടുത്തിട്ട് അതിന്റെ ഒരു ആമി കൊണ്ട് വെച്ചാൽ മതി. അതായത് കണ്ടുപിടിക്കാൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഏത് ആമിലാണോ ആ ആമി കൊണ്ട് കണക്ട് ചെയ്താൽ മതി, എനിക്ക് ഇത്രയും പോർഷന്റെ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ പടം വരയ്ക്കാൻ ഓർത്ത് വെച്ചേക്കണം. അതിന് 4 ആം ഉണ്ട്, ഇങ്ങനെയാണ് 4 ആം, 1 2 3 4. നടുക്ക്, അതായത് ഇവരുടെ ഈ രണ്ട് ഇത് തമ്മിൽ ഒരു ഗാൽവനോമീറ്റർ ത്രൂ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഇതുവഴി കറണ്ട് ഒഴുകണമല്ലോ, അപ്പൊ എന്തായാലും ബാറ്ററി കണക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് 4 ജംഗ്ഷൻസ് ആണെന്നുള്ള കാര്യം അറിയിക്കാം. എന്നിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടും ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടുമാണ് എടുക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്, പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇത് ഈ EMF ഉള്ള ഇതായതുകൊണ്ട് ഇതുവഴി ഒഴുകുന്ന കറണ്ട് I ആയിരിക്കും, I1 അല്ല I ആയിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ I രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് P എന്ന് പറയുന്ന റെസിസ്റ്റർ, ഇത് Q, ഇത് R, ഇത് S. അതേപോലെ തന്നെ ഇത് A, ഇത് B, ഇത് C, ഇത് D എന്ന് പറയുന്ന ജംഗ്ഷൻ. ഓക്കെ, അപ്പം ഇവിടെ ഈ ജംഗ്ഷനിൽ നമുക്ക് കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. P കൂടെ I1 കറണ്ടും R കൂടെ I2 കറണ്ടും പോയി. ഈ I1 കറണ്ട് വീണ്ടും C ജംഗ്ഷനിൽ വന്നപ്പോൾ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഗാൽവനോമീറ്ററിൽ കൂടെ ഒരു കറണ്ട് പോയി, ഈ Q കൂടെ ഒരു കറണ്ട് പോയി. ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ടിനെ എപ്പോഴും IG എന്നാണ് എടുക്കുന്നത്, ഇതേ കൂടെ I3 പോയി. ഇനിയും ഇവിടെ ഈ I2ഉം IG കൂടെ ഈ D എന്ന് പറയുന്ന ജംഗ്ഷനിൽ വന്നിട്ട് കൂടി ചേർന്നിട്ട് I4 ആയിട്ടാണ് നമ്മുടെ SC കൂടെ പോയത്. ഇനി നമുക്കിവിടെ ലൂപ്പ് റൂളും അതേപോലെ തന്നെ കറണ്ട് റൂളും ഒക്കെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ഈ C എന്ന് പറയുന്ന ജംഗ്ഷനിലും D എന്ന് പറയുന്ന ജംഗ്ഷനിലും കറണ്ട് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം അറ്റ് ജംഗ്ഷൻ C അവിടെ എന്താ, സം ഓഫ് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു സം ഓഫ് കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. അപ്പൊ I1 ആണ് എൻറ്ററിങ്, IG പ്ലസ് I3 ആണ് എന്താ ലീവിങ്. അതേപോലെ തന്നെ അറ്റ് ജംഗ്ഷൻ D അവിടെ സം ഓഫ് കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ I2 പ്ലസ് IG ആണ്, ലീവിംഗ് ദ ജംഗ്ഷൻ I4 ആണ്.
അങ്ങനെ i4 i3 കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് പിന്നെ വീണ്ടും i ആയിട്ട് തിരിച്ച് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ ആണോ? ഇനി ലൂപ്പ് റൂൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, ഈ ലൂപ്പിലാണ് ഞാൻ ലൂപ്പ് റൂൾ എടുക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഈ ഡയറക്ഷനിലാണ് ലൂപ്പ് എടുക്കുന്നത്. കണ്ടോ, ഈ ഡയറക്ഷനിൽ ഞാൻ ലൂപ്പ് എടുക്കാൻ പോകും ക്ലോക്ക് വൈസിൽ. അങ്ങനെ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ആ ലൂപ്പിൽ EMF ഒന്നും ഇല്ലാത്തതുകൊണ്ട് EMF 0. പക്ഷെ കറണ്ടും റെസിസ്റ്റൻസും ഉണ്ട്, I1P ഉണ്ട്, പിന്നെ ഒരു IG ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസിനെ G ആയിട്ട് എടുത്തു, പ്ലസ് പിന്നെ ഒരു I2R ഉണ്ട്. സൈൻ നോക്കണം, ഞാൻ എയിൽ നിന്നും സിയിലോട്ടാണ് എടുക്കുന്നത് ലൂപ്പ്. എയിൽ നിന്നും സിയിലോട്ട് എടുക്കുന്ന സമയത്ത് കറണ്ടും I1ഉം ആ ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ട് I1 പോസിറ്റീവ് ആണ്. അതേപോലെ ഞാൻ സിയിൽ നിന്നും ഡിയിലോട്ടാണ് അടുത്ത ലൂപ്പിന്റെ ഡയറക്ഷൻ എടുത്തെങ്കിൽ IGയും അതുപോലെ ആയതുകൊണ്ട് തന്നെ IGയും പോസിറ്റീവ് ആണ്. ഇനി ഞാൻ ഡിയിൽ നിന്നും എയിലോട്ടാണ് ലൂപ്പ് എടുക്കുന്നത്, പക്ഷെ അവിടെ കറണ്ട് I2 നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് I2 മാത്രം നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ 0 ഈസ് ഈക്വൽ ടു I1P പ്ലസ് IGG മൈനസ് I2R എന്ന് എടുക്കാം. മൈനസ് I2R നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ I2R ഈസ് ഈക്വൽ ടു I1P പ്ലസ് IGG. അതവിടെ കിടക്കട്ടെ. അടുത്ത ലൂപ്പ് എടുക്കുന്നു. കണ്ടോ, ഇതാണ് അടുത്ത ലൂപ്പ്. അത് ഞാൻ ക്ലോക്ക് വൈസിൽ തന്നെ എടുക്കാൻ പോവാണ്. കണ്ടോ, ക്ലോക്ക് വൈസിൽ തന്നെ എടുക്കാൻ പോവാണ്. അത് ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോൾ അവിടെയും EMF ഇല്ല, ആ ലൂപ്പിൽ EMF ഒന്നുമില്ല, അപ്പൊ 0 ആണ്. 0 ഈസ് ഈക്വൽ ടു അവിടത്തെ കറണ്ട് എന്ന് പറയുമ്പോൾ IGG ഉണ്ട്, പ്ലസ് I3Q ഉണ്ട്, പ്ലസ് എന്താ I4S ഉണ്ട്. നമുക്കറിയാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോക്ക് വൈസിൽ ആയതുകൊണ്ട് സിയിൽ നിന്നും ബിയിലോക്കാണ് വരുന്നത്. അപ്പം I3 അതുപോലെ തന്നെയാണ്. അപ്പൊ I3 പോസിറ്റീവ് ആണ്, നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ IGGയുടെ താഴോട്ടാണ് വരുന്നത് IG, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ലൂപ്പ് എടുക്കുമ്പോൾ മുകളിലോട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, IG നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെ I4Sന്റെ കാര്യം നോക്കുവാണെങ്കിൽ I4 ഇങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എടുക്കുന്ന ലൂപ്പ് ഇങ്ങോട്ടാണ്, അപ്പൊ I4ഉം നെഗറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ I4S ഈസ് ഈക്വൽ ടു I3Q മൈനസ് IGG എടുക്കാം. അതോടെ കിടക്കട്ടെ. നമ്മൾ ഒരു ബാലൻസിങ് കണ്ടീഷൻ കൊണ്ടുവരാൻ പോകും. ബാലൻസിങ് കണ്ടീഷൻ എന്താണെന്ന് അറിയോ? ഇതിനകത്ത് P എന്ന് പറയുന്നത് നോൺ, R എന്ന് പറയുന്നത് നോൺ റെസിസ്റ്റൻസ് ആണ്, Q എന്ന് പറയുന്നത് അൺനോൺ ആണ്, S എന്ന് പറയുന്നത് വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഈ റെസിസ്റ്റൻസിനെ വേരി ചെയ്ത് ഈ ഗാൽവനോമീറ്ററിനകത്ത് സീറോ ഡിഫ്ലക്ഷൻ കൊണ്ടുവരാൻ പോവാം. അതായത് ഗാൽവനോമീറ്ററിനകത്ത് സീറോ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഗാൽവനോമീറ്ററിനകത്തുള്ള കറണ്ട് ഒഴുകുന്നില്ല എന്നർത്ഥം. അതിനർത്ഥം IG 0 എന്നർത്ഥം. അപ്പൊ അതിനെ ബാലൻസിങ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ബാലൻസിങ് കണ്ടീഷനിൽ IG എന്ന് പറയുന്നത് 0 ആയിരിക്കും. IG 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതെന്തായിട്ട് മാറും? ഇത് നമുക്ക് I1 ഈസ് ഈക്വൽ ടു എന്താ, I3 ആയിട്ട് മാറും. അതുപോലെ ഇവിടെ നമുക്ക് I2 ഈസ് ഈക്വൽ ടു I4 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ അത് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഇത് 0 ആയി പോകുന്നു, ഈ ഭാഗവും 0 ആയി പോകുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ I2R ഈസ് ഈക്വൽ ടു I1P എന്നും I4 ഈസ് ഈക്വൽ ടു I3Q എന്നും വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ I2R ബൈ I4S ഈസ് ഈക്വൽ ടു I1P ഡിവൈഡ് ബൈ എന്താ, I3Q എന്ന് വരും. നമുക്കറിയാം I2ഉം I4ഉം ഈക്വൽ ആണ്, കട്ട് ചെയ്തു. I1ഉം I3 ഈക്വൽ ആണ്, കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് R ബൈ S ഈസ് ഈക്വൽ ടു P ബൈ Q എന്ന് വരുന്നു. ആ Q എന്ന് പറയുന്നത് എന്താണ്, PS ഡിവൈഡഡ് ബൈ R ആണ്. കണ്ടോ, അപ്പൊ അൺനോൺ റെസിസ്റ്റൻസ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജ് വെച്ചിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഒറ്റ കൺസെപ്റ്റ് കൂടെ പഠിക്കാനുള്ളൂ. നമുക്ക് കോമ്പിനേഷൻ ഓഫ് സെല്ല്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമറിക്കലിനകത്ത് എനിക്കൊന്നും ന്യൂമറിക്കല് ഇത്രയും നാളായിട്ട് ന്യൂമറിക്കൽ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അത് ഇന്ന് ഈ വർഷം ഡെറിവേഷൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്തായാലും ആ ഭാഗത്തുനിന്ന് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ എങ്കിലും വരും കേട്ടോ. സെൽ കോമ്പിനേഷൻ ഓഫ് സെൽ ഇൻ സീരീസും പാരലലും. അപ്പൊ ഒന്നും നോക്കണ്ട, സീരീസിലുള്ളത് എടുക്കാം. സെൽ ഇൻ സീരീസ്, സെൽ ഇൻ എന്താണ് സീരീസ്, സെൽ ഇൻ സീരീസിനകത്ത് ഒന്നുമില്ല, ഞാനൊരു സെൽ എടുക്കും, വേറൊരു സെൽ എടുക്കും, ഇതിനെ നേരെ കണക്ട് ചെയ്യുന്നു. അതായത് ഇത് എ, ഇതിനറ്റം ബി ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്ത ഈ പോയിന്റിനെ, സോറി, ഇത് ബി ആയിട്ട് എടുക്കാം, ഇത് സി ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊരു EMFും ഇന്റേണൽ റെസിസ്റ്റൻസും കാണും. ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r1, ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r2, ഇതിന്റെ EMF E1, ഇതിന്റെ EMF E2. എനിക്ക് ഇതിനെ രണ്ടും കൂടെ ചേർത്തിട്ട് ഞാനൊരു സർക്യൂട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള EMFും എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റേണൽ റെസിസ്റ്റൻസും എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ടോട്ടലും R ടോട്ടലും കണ്ടുപിടിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഈ ഇക്വാലന്റും R ഇക്വാലന്റും കണ്ടുപിടിക്കണം എന്നർത്ഥം. അപ്പൊ ഇതിനെ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒറ്റ എന്താണ് ബാറ്ററി ആയിട്ട് കൺസിഡർ ആവും ഇല്ലേ? നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ടോട്ടൽ എടുക്കുന്ന സമയത്തൊക്കെ ഈ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ ഇക്വാലന്റ് അഥവാ ഈ ടോട്ടൽ അല്ലെങ്കിൽ ഈ എഫക്റ്റീവ് എന്നൊക്കെയാണ് പറയുന്നത്.
ആർ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഒറ്റയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇത് ആർ ഇക്വാലന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഈക്വാലന്റ് ആർ ഇക്വാലന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം സീരീസ് കണക്ഷനിൽ ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, എന്നാൽ വി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം എ ബി ക്രോസ് ആയിട്ടുള്ള നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, ഇ മൈനസ് ഐ ആർ. അങ്ങനെയാണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള വിയും ഇതിന് അക്രോസ് ആയിട്ടുള്ള വിയും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. കാരണം സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു വോൾട്ട്മീറ്റർ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ വി എ ബി ആണ്, അത് ഇ വൺ മൈനസ് ഐ കോൺസ്റ്റന്റ് ആണ് ഐ ആർ എന്ന് എടുക്കാം. അടുത്ത കേസിൽ വി എന്താണ് ബി സി ആണ്, അത് നമുക്ക് ഈസ് ഈക്വൽ ടു ഇ ടു മൈനസ് ഐ ആർ ടു എന്ന് എടുക്കാം. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി എ സിക്ക് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. വി എ ബി പ്ലസ് വി ബി സി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി എ ബി എന്ന് പറയുന്നത് ഇ വൺ മൈനസ് ഐ ആർ വൺ പ്ലസ് ഇ ടു മൈനസ് ഐ ആർ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഇ വൺ മൈനസ് ഇ ടു ഒരുമിച്ച് എഴുതും, മൈനസ് ഐ ആർ വൺ മൈനസ് ഐ ആർ ടു എന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പിൽ അല്ല ഇ വൺ പ്ലസ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഇ വൺ പ്ലസ് ഇ ടു മൈനസ് ഐ കോമൺ എടുത്തു കഴിഞ്ഞാൽ ആർ വൺ പ്ലസ് ആർ ടു എന്ന് വരും. ഓക്കെ, ഇതിപ്പം നമ്മുടെ എയ്ക്കും സിക്കും ഇടയ്ക്കുള്ള ടോട്ടൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇത് ആരുടെ ഇക്വേഷനാണ്? ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ അല്ലേ? അപ്പം വി ഇക്വാലന്റ് ആർ ഇ ഇക്വാലന്റ് ആർ ഇക്വാലന്റ് വെച്ച് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും, ഇ ഇക്വാലന്റ് മൈനസ് ഐ ആർ ഇക്വാലന്റ് എഴുതേണ്ടി വരും. ശരിക്കും ഇത് ഇവിടെ എയും ഇവിടെ സിയും തന്നെയല്ലേ? കാരണം ഇതിനെ നമ്മൾ ഒറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ്, ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ്. അപ്പം ഇവിടെ എന്താണ് വി എ സി തന്നെയാണ്. അപ്പം ഇവിടെയും വി എ സി ഇവിടെയും വി സി, ഇതിനെ രണ്ടും കമ്പയർ ചെയ്യുവാണെങ്കിൽ നോക്കിയോ, ഈ ഇക്വാലിറ്റി കിടക്കുന്നിടത്ത് ഇ വൺ പ്ലസ് ഇ ടു കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വാലിറ്റിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇ വൺ പ്ലസ് ഇ ടു. സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ടോട്ടൽ ആയിട്ട് ഒറ്റയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയുടെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബാറ്ററിയുടെ ഇ എം എഫിന്റെ സമ്മായിരിക്കും. അതേപോലെ തന്നെ ആർ ഇക്വാലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ മതി? ആർ വൺ പ്ലസ് ആർ ടു ചെയ്താൽ മതി. ഓക്കെ, കാരണം ആർ ഇക്വാലിറ്റി കിടക്കുന്നിടത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ആർ വൺ പ്ലസ് ആർ ടു കിടക്കുന്നത്. ഓക്കെ, ഇനി എൻ സെയിം സെൽസ് ആണെങ്കിൽ, അതായത് ഇവിടെ ഇ എം എഫ് ഒന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിന്റെ ഇ എം എഫ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഇക്വാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എൻ ഇൻറ്റു ഇ ചെയ്താൽ മതി. ഓക്കെ, ആർ ഇക്വാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? എൻ ഇൻറ്റു ആർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ കറണ്ട് ഓംസ് ലോ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ വോൾട്ടേജ് എപ്പോഴും ഇ എം എഫ് ഇ ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസും കൂട്ടണം, അതേപോലെ തന്നെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കൂട്ടണം. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർ ആയിരിക്കും, ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഇക്വാലന്റ് ആയിരിക്കും. ആർ ഇക്വാലന്റ് നമ്മൾ എന്താണ് ഇവിടെ ഇ ഇക്വാലന്റ് ആണ് ടോട്ടൽ എന്നുള്ളത് അല്ലേ? ഈ ഇക്വാലന്റ് നമുക്ക് എൻ ഇൻറ്റു ഇ എന്ന് എടുക്കാം, ഡിവൈഡ് ബൈ എന്താണ് ആർ പ്ലസ് എൻ ഇൻറ്റു ആർ എന്ന് എടുക്കാം. എൻ ഇൻറ്റു സ്മോൾ ആർ ആണ്. ഇതായിരിക്കും എൻ സെയിം ഇ എം എഫ് ഉള്ള റെസിസ്റ്റൻസിനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതെന്താണെന്നറിയോ? അതായത് ഇങ്ങനെയുള്ള കുറെ സെയിം ഇ എം എഫ് ഉള്ള റെസിസ്റ്റൻസിനെ കൊണ്ട് ഞാൻ ഒരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഇവിടെ കുറെ സെയിം ഇ എം എഫ് ഉള്ള കുറെ എന്താണ് ഇതിനെ ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ് കീയുടെ സഹായത്തോടുകൂടി. ഇതിന്റെ ടോട്ടൽ ആണ് നമ്മുടെ ഇ ഇക്വാലന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് എൻ ഇൻറ്റു ഇ എന്ന് എടുക്കുന്നത്. ഇതിന്റെ ആർ ഇക്വാലന്റ് ആണ് എൻ ഇൻറ്റു എന്താണ് ആർ എന്ന് എടുക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കും. ഓക്കെ, ഇനിയും ഇത് തന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ്. ഇത് തന്നെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ രണ്ട് ഈ ബാറ്ററിനെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കേസ് എന്താണ്? നമുക്കറിയാം ഇവിടത്തെ ഇ എം എഫ് ഇ വൺ, ഇവിടത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ വൺ, ഇവിടത്തെ ഇ എം എഫ് ഇ ടു, ഇവിടത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ടു. പാരലൽ കണക്ഷനിൽ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ രണ്ടിനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒറ്റയായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഇ എം എഫ് ഇ ഇക്വാലന്റും ഇതിന്റെ റെസിസ്റ്റൻസ് ആർ ഇക്വാലന്റുമാണ് വരേണ്ടത്. ഓക്കെ, ഇവിടത്തെ ഈ ഭാഗത്തുള്ള വിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സെയിം ആണല്ലോ, വി ഈസ് ഈക്വൽ ടു ഇ വൺ മൈനസ് ഐ വൺ ആർ വൺ എന്ന് വരും. കാരണം ഇവിടെ ഐ ഡിഫറെന്റ് പാരലൽ ആയതുകൊണ്ട് വി സെയിം ആണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വി ഈസ് ഈക്വൽ ടു എന്താ? ഇ ടു മൈനസ് ഐ വൺ എന്താണ് ഐ ടു ആർ ടു എന്ന് എഴുതാം. ഇവിടെ ഐ വണ്ണും ഇവിടെ വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഐ വണ്ണും ഐ ടു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് ഐ വൺ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഐ വൺ ആർ വൺ ഈസ് ഈക്വൽ ടു ഇ വൺ മൈനസ് വി എന്നും അവിടുന്ന് ഐ വൺ ഈസ് ഈക്വൽ ടു ഇ വൺ മൈനസ് വി ഡിവൈഡ് ബൈ ആർ എന്നും വരും. അതേപോലെ തന്നെ ഇവിടെ ഐ ടു ഈസ് ഈക്വൽ ടു ഇ ടു മൈനസ് വി ഡിവൈഡ് ബൈ ആർ ടു എന്നും വരും. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഇ വൺ മൈനസ് വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ഇ ടു മൈനസ് വി ഡിവൈഡ് ബൈ ആർ ടു.
സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E1/R1 മൈനസ് V/R1 പ്ലസ് E2/R2 മൈനസ് V/R2. ഒരുമിച്ച് എഴുതുമ്പോൾ ഇവിടെ E1/R1 പ്ലസ് E2/R2 മൈനസ് V മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെ മൈനസ് V കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/R1 പ്ലസ് 1/R2. ഇതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട്. ഈ ടോട്ടൽ കറണ്ട് നമ്മൾ ഒറ്റ ബാറ്ററി ആയിട്ട് കൺസിഡർ ചെയ്താലും അതിന്റെ ടോട്ടൽ കറണ്ട് I ആയിരിക്കും. I ഈസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? I ഈസിക്കൽ ടു നമുക്ക് നേരത്തെ പോലെ തന്നെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. അതായത് V ഈസിക്കൽ ടു എന്താണ്? E ഇക്വാലന്റ് മൈനസ് IR ഇക്വാലന്റ്. ഇവിടുന്ന് I കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ I ഈസിക്കൽ ടു നമുക്ക് എന്ത് കിട്ടും? E ഇക്വാലന്റ് മൈനസ് V ഡിവൈഡ് ബൈ എന്താ? R ഇക്വാലന്റ് കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ E ഇക്വാലന്റ് ഡിവൈഡ് ബൈ R ഇക്വാലന്റ് ഈസിക്കൽ ടു V ഈസിക്കൽ ടു അല്ല മൈനസ് V ബൈ R ഇക്വാലന്റ്. നോക്കി, എന്നിട്ട് ഈ ഇക്വേഷനെ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. ഇവിടെ I ഈസിക്കൽ ടു E ഇക്വാലന്റ് ബൈ R ഇക്വാലന്റ് മൈനസ് V ഇൻറ്റു 1/R ഇക്വാലന്റ്. ഇനി ഇക്വേഷൻ കമ്പയർ ചെയ്തേ. ഇവിടെ ഇതും I ആണ്, അതായത് ഇത് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ എടുത്തത്, ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ അതിന്റെ ടോട്ടൽ, അതായത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ E1 പ്ലസ് E2 E1/R1 പ്ലസ് E2/R2 ഇവിടെ E ഈക്വൽ ബൈ R ഈക്വൽ, അതായത് ഇവിടെ E ഈക്വൽ ബൈ R ഈക്വലിന് കിടക്കുന്നിടത്ത് ഇതാണ്. അങ്ങനെയാണ് നമുക്ക് ഇവരുടെ E ഈക്വലന്റ് ബൈ R ഈക്വലിനെ നമുക്ക് E1/R1 പ്ലസ് E2/R2 എടുക്കാം. അതവിടെ കിടക്കട്ടെ. അതേപോലെ തന്നെ കണ്ടോ, ഇവിടെ 1/R ഈക്വലിന് കിടക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1/R ഈക്വലിന് കിടക്കുന്നിടത്ത് 1/R ഈക്വൽ ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എഴുതാം. ഓക്കെ, എന്നാൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഈ ഇക്വാലന്റ് കണ്ടുപിടിക്കാൻ ഡിഫറെന്റ് ആയിട്ടുള്ള EMF ഉള്ള എന്താണ് സെല്ലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വാലന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E1R2 പ്ലസ് E2R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് വേണം കണ്ടുപിടിക്കാൻ. കേട്ടോ, പിന്നെ R ഇക്വാലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 1/R ഇക്വാലന്റ് നമുക്കറിയാം R2 പ്ലസ് R1 ഡിവൈഡ് ബൈ R1 R2 ആണ്. LCM എടുക്കുമ്പോൾ R ഇക്വാലന്റ് ഇപ്പൊ താഴെയാണ്, അതിനെ മുകളിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്ത് നേരെ തിരിക്കണം. R1 R2 ഡിവൈഡ് ബൈ എന്താ? R1 പ്ലസ് R2. ഇത് വേണം R ഇക്വാലന്റ് കണ്ടുപിടിക്കാൻ. ഇനി സെയിം ആയിട്ടുള്ള EMF ഉള്ളതാണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ ചെയ്താൽ പോരെ? ഈ ഇക്വാലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സിംപ്ലി ഇങ്ങനെ ചെയ്താൽ മതി. അതായത് N ഇൻറ്റു എന്താ? E ഡിവൈഡ് ബൈ R ചെയ്താൽ മതി. R ഇക്വാലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? 1/R ഇക്വാലന്റ് ഈസ് ഈക്വൽ എന്താ? N ഇൻറ്റു 1/R ചെയ്താൽ മതി. അവിടെ ഒന്ന് തിരിക്കും. R ഇക്വാലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? R ബൈ N എന്ന് ചെയ്യണം. ഇങ്ങനെയുള്ളത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി I ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അവിടുത്തെ EMF തന്നെയാണ്, E ഈക്വലന്റ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതായത് N സിമിലർ പാരലൽ റെസിസ്റ്റേഴ്സിനെ നമ്മൾ എക്സ്റ്റേണൽ എന്താണ് സെല്ലിനെ എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യും. അതായത് ഇങ്ങനെ, അതായത് കുറേ പാരലൽ സെല്ലുകളുണ്ട്, കുറേ പാരലൽ സെൽ, ഇവരുടെ എല്ലാ EMF സെയിം ആണ്. ഇവരെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാ, ഇതിന്റെ R. അപ്പൊ ഇതിനെല്ലാം ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? R പ്ലസ് R ഇക്വാലന്റ് ആണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇവിടുത്തെ ടോട്ടൽ EMF എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം ടോട്ടൽ E ഇക്വാലന്റ് ആണ്. അപ്പൊ അത് E ഇക്വാലന്റ് നമ്മളിപ്പോൾ കിട്ടിയത് എന്താ? N ഇൻറ്റു E നമുക്ക് എടുക്കാം. അതേപോലെ R ഇക്വാലന്റ് നമുക്ക് R പ്ലസ് എന്താ? R ബൈ N എന്ന് എടുക്കാം. R ബൈ N ഇങ്ങനെയായിരിക്കും കണ്ടേ. ഇത് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ്. ന്യൂമറിക്കലി ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. വൺ ഷോട്ട്